ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. വെയിറ്റർ, 1 towel please. യെസ് മാം. ടീ സർ. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും, അവിടെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, വയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ, എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കേട്ടണം. കുറച്ച് ചുമയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് മെഴുകി ഇറങ്ങി പോടാ. കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുറി ചെല്ലണം. ഇത് വെളിമ്പ്രദേശം. അയ്യോ, ഇത് ഭാഷേ. ഫോൺ തെറ്റിരിക്കാണില്ലേ? ഒരു പാർട്ടിക്ക് പോയതാ. വെറുതെ കിട്ടുമ്പോ കോരി മോന്തിയല്ലേ. ആട്ടെ, ഏതാ റൂം? എവിടെ? 333. ആ, സാർ. യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോദരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു KT മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. KT മാത്യു? അതെ. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ. എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ച് തരാം. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ഫെർണാണ്ടസ് പറഞ്ഞതാ. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക. ചെറുക്കന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. 2 പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമംഗൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10ഉം പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത് അടിച്ചപ്പോ ഒരു 5ഉം. മാതച്ചന്റെ റൂം നമ്പർ എത്രയാ? 117. ഞാൻ മറന്നിട്ടില്ല. ഒന്നിങ്ങി വന്നേ. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതച്ചന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകളുണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ SI റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാൻ മാത്തച്ഛൻ മുകളിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി. ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ആളെ കിട്ടി, ആളെ കിട്ടി. 117 ചെക്കുള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ, എവിടെ അവൻ? ആര്? നിന്റെ കെട്ടിയവൻ. അവൻ പോലീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ച് കൂമ്പ് കലക്ക ഞാൻ. ആളിവിടെ ഇല്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇല്ല. ഞാൻ നോക്കട്ടെ. ഇതിലെ പോയിട്ട് പെട്ട എങ്ങോട്ട് പോയവൻ? എന്താ സാർ പ്രശ്നം? കള്ളച്ചക്ക് കൊടുത്തിട്ട് മുങ്ങി നടക്കവൻ. പാട്ടി അയാൾ അങ്ങോട്ട് ഓടി. ഹായ് ഹായ്. അയ്യോ പണേ, നീ അപ്പോ നിൽക്കാൻ സമയമില്ലാതെ പോലീസ് പുറകെ ഒരു ആവശ്യമായിട്ട് ഓടിക്കാതെ. ഇതിനകത്ത് കയറിക്കോ. അബ്ദുള്ളയുടെ റൂമാ. ആരാത്? ഞാനാ ഗോപി പറഞ്ഞിട്ട് വന്നതാ. മണിയെ പോലെ അസംബ്ലി പിരിച്ചുവിട്ടു.
is that? ഞാൻ പോലീസാടാ. മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണം. മര്യാദയ്ക്ക് തുറക്കണം. തുറക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണം. ഞാൻ തുറക്കാൻ. ഞാൻ തുറക്കാൻ പറഞ്ഞു. ഇതെപ്പോ വന്നു? കർത്താവേ, എന്റെ വായിന്ന് വല്ലതും വീട് പോയിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ. എന്നോട് ടോമങ്കിള പറഞ്ഞത് പോലീസ് മാത്തച്ഛനെ തപ്പിയെത്തിയെന്ന്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. ആ ചെകുത്താലെ കൊണ്ടാണല്ലോ ദൈവമേ എന്റെ മോളെ തലയെ തുടിച്ചത്. നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? പോയ പെട്ടി എടുത്തോട്ട് വാ, കാശ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. മാത്തച്ഛൻ എന്തി? ഇവിടെ ഇല്ല, പുറത്തു പോയി. പറഞ്ഞുറപ്പിച്ച തുക മുഴുവനുണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കണം. മാത്തച്ഛൻ വരുമ്പോൾ പറഞ്ഞേക്കാം. ഹലോ, പ്രിൻസ് അല്ലേ? കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം പോണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലിലാവും. പോലീസ് ഇവിടെ കറങ്ങി നടക്ക. അവൾ ഇവിടെ വന്നു മുതൽ ഇവൻ ഇവിടെ ഇരുന്ന് പിടയ്ക്ക. വീണ് ഇവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാനായിട്ട് കെട്ട് അടക്കില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവള് 104 നീ ഒരു കാര്യം ചെയ്, അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയേ. എങ്ങനെ സെറ്റിൽ ചെയ്യാനും നമ്മൾ റെഡിയാണെന്ന് പറ. 104 ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, ഞാൻ കുളിക്കാൻ കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതല് ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളതൊക്കെ ശരിയാ. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇത്തരക്കാരനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. കെട്ടിന് മുമ്പ് നിന്റെ പരിപാടി ഇതാണല്ലേ? കെട്ട് കഴിഞ്ഞ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാഴ്ചകളെ പലതോറും കയറി. എന്താ എടോ തെണ്ടി തന്നേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറി താമസിക്കുന്ന ആ പിഴച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ലാന്ന്. കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഈ ചെത്ത് എനിക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, ഇത് മറ്റത് ആ പ്രേമം. ഇവിടെ വായിച്ചോ? ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് കെട്ടുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. കുറച്ച് കാശ് കൊടുത്താ എളുപ്പം അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. നാണമില്ലേടോ ചെത്തെ ഇങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് തന്റെ മോന് ബന്ധപ്പെട്ടെന്ന് പറയാൻ? ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായം പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ. ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ, ഊത്ത് വിദ്വാൻ. അതെനിക്ക് മനസ്സിലായി. ഇവരുടെ മോന്ത കണ്ട അറിയാം ഇവിടെ തന്ത ഊത്തുവാണെന്ന്. അങ്ങനത്തെ ഊത്തല്ലടോ. കച്ചേരിക്കൊക്കെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല, അതല്ല. എന്താ അതിന്റെ പേര്? തബല. തബലയല്ല, ഇപ്പൊ പേര് കുന്തായാലും എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന്? പപ്പാ, ഇവരെനിക്കറിയില്ല. ഇനിയിപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ? കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ കുന്തം വീഴ പോലെ നിൽക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ല എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരെ അറിയില്ല. മതി തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? പറയരുത്. താൻ ഈ മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പളാഞ്ചേരിയിലെ അമ്മുമ്മയാണെന്ന്. ഇവളാളോടോ തെണ്ടി തന്റെ കുമ്പളാഞ്ചേരിയിലെ അമ്മുമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ, നിനക്ക് എന്റെ ഭാര്യനെ കിട്ടാതിനെ കൊതിക്കറിവല്ലേ? ഇമ്മണി കിട്ടും. ഞാൻ പറയണമെന്ന് കേക്ക്. പോയത് എല്ലാത്തിനും നാക്കിയാ പിടിച്ചെടുക്കും.
10ഉം 12ഉമായിട്ട് ഇതൊന്നു മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ, ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റില്ല. ഞങ്ങൾക്കുണ്ട് കുറച്ച് അന്തസ്സൊക്കെ. കണ്ടടാ, കണ്ടു. നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഈ കെട്ട് നടക്കുകയില്ല. ഇവന്റെ അപ്പം ഞാനാണെങ്കിൽ ഈ കല്യാണം നടത്തും. തോക്കുണ്ടോ എന്റെ കയ്യില്? നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. സംസ്കാരം നിനക്ക് കണ്ടി വെള്ളക്കുഴി. ഇളന്തോളി അച്ഛൻ വരട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. താനിങ്ങോട്ട് വന്നു. പൊന്നും പണമൊക്കെ കൊടുത്തതല്ലേ, അച്ഛന്റെ മധ്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ച് പിരിയാൻ. തൽക്കാലം താൻ മുറിലോട്ട് പോ. ചെല തൽക്കാലം താനും പോ. നാളെ അച്ഛൻ വന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചു പോലും. എന്നിട്ട് 3-ാം നിലയുടെ മോളിന് താഴ്ത്തി കിടത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അതെന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേടി? നിന്നെ കൊല്ലു. ഡാഡി, ഡാഡി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, കല്യാണവും കളവാണോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ എല്ലാ അറിവും വെക്കേറ്റ് ചെയ്തേക്ക്. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും താമസിച്ചാൽ ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. വേഗം കെട്ടിപ്പറക്കി ഇറങ്ങിക്കോ. നിന്റെ തന്തപ്പടി ഈ പരിസരത്ത് കറങ്ങിയടിച്ച് നടക്കണ്ട്. ഏത് നിമിഷമാണെങ്കിലും ഇങ്ങോട്ട് ചാടി കയറി വരാം. വേഗം ഇറങ്ങിക്കോ. നോക്കി നിൽക്കാണ്ട് ചെല്ല്. സോറി. അവന് മുതലാളിയുടെ മോളും. സത്യം പറയണം. അന്തപ്പൻ എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? എന്നെ കൊല്ലാനേപ്പിച്ച. നിന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചു. ആര്? അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാൻ എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേരാ. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. ഞാൻ എപ്പോഴാണ് നിനക്ക് കാശ് തന്നെ? സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു. എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ലേ, ഞാനാ. കാശ് കൊടുത്തയച്ചത് ഞാനാ. എവിടെ മാല? ഇപ്പൊ മനസ്സിലായില്ലേ ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത് ഞാനല്ലാന്ന്. കൊല്ലാൻ? ആരെ കൊല്ലാൻ? താൻ ആരുടെയും അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതാണോ എനിക്ക് കാശ് വന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും കോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂച്ചി ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഇയാളുടെ പ്ലാനാ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച് എപ്പോ തന്നു? എടാ, നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. അവളോട് എന്റെ കാശ് മര്യാദക്ക് തരാൻ പറയാം. ഞാനൊന്നും തന്നാണ്ടല്ലോ. ഇയാള് വെറുതെ പറയാട്ടാ. എടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ? ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ് ഇടണം. എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രല്ല ഒരാളെ വിടരുത്. ഞാനിതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാളും ഇവിടെ ഇറങ്ങി പോകരുത്. എന്ത് സത്യം അറിയാൻ? ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തരണം. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. സാർ, അതിന് അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ള മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ ഈ സ്ട്രോങ് ആയിട്ടൊരു കേസില്ലേ, വണ്ടിച്ചെക്ക് കേസ്. അത് ഇയാളാണോ? താനോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ, അത് ഈ തെണ്ടിയാണ്. എന്നാ ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. മോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. ഞങ്ങളുടെ അടുത്തൊരു ഗോഡൌണിലുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇടതോട് തിരിഞ്ഞാ മതി. ഒറ്റ വഴിയാ. ഗോഡൌണിലാ ഞാൻ എത്തിക്കഴിഞ്ഞു. റൂം കാലിയാക്കിയിട്ട്. ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അമ്മ ചത്തപ്പോ കൂടെ കുഴിച്ചിട്ട്. മര്യാദയ്ക്ക് മാല എന്നല്ലെങ്കിൽ നിന്നെയും കുഴിച്ചോട് ഞാൻ. എന്തൊരു കഷ്ടമാണ്. എന്റെ കൊലപാതക ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരുത്തം പറയുന്നു അവനാണ് കാശ് തന്നത്, മറ്റൊരുത്തം പറഞ്ഞു ഇവനാണ് കാശ് തന്നത്. സത്യത്തിൽ ചെട്ടേരാണ് ഈ കാശ്. മാല എന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും താൻ നേരിട്ട് പോയി അയാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തി നാ മാലയൊക്കെ എടുത്താ പോരെ. ചുംബയും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന. അല്ല, നിങ്ങളൊക്കെ ആരാ? ഇടിക്കരുത്, ഇടിക്കരുത്. മാലയല്ലേ വേണ്ടത്? ഞാൻ തരാം.
ഇത് ഞാൻ എവിടെയാണ് കാശ്? ഇതെന്റെ അമ്മയുടെ കാശാ. നിന്റെ അമ്മയുടെ കാശാ? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ഇത് എനിക്ക് അവകാശപ്പെട്ടതാ. ഞാൻ തരില്ല. സെന്റിമെന്റ്സുകൾ ഞാൻ ചവിട്ടിപ്പൊളിക്കും ഞാൻ. ഇവിടെ എവിടെ പോയി കിടക്കുക? നിൽക്കവിടെ ഓടിക്കോ. നമ്മുടെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. കർത്താവേ, അതും ആ മാത്തച്ഛന്റെ ആള് തന്നെയായിരിക്കും. വേഗം വേഗം. എന്റെ കാശും കൊണ്ടാണ് ഓള് പോയത്. ഒന്ന് വിട്, കിട്ടാ പാതി നിനക്ക് തരാം. പറ്റിക്കരുതാ എന്നാ പിടിച്ചിരുന്നു. മണി മാലയുടെ കാര്യമൊക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ എടാ ഞാനല്ല എന്റെ അമ്മയച്ചൻ. ഇളവന്റെ അമ്മയച്ചൻ. അയ്യോ, ഞാൻ ഇയാളെ എന്ന മാല കൊടുക്കുന്ന പറഞ്ഞ അഡ്വാൻസ് വെച്ചു. അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ട്, ഓടിക്കോട്ടോ. ഞാൻ എപ്പോഴും ഓടി. ഞാനിപ്പോ കാറി കയറുമ്പോ കണ്ടല്ലേ ഇതേ വിളിച്ച പാട്. ആ അമ്പലത്തിൽ പോണേരിക്കും. നീ ഇവിടെ ഇരിക്കണം. പിന്നെ അവന്മാർ തട്ടിക്കൊണ്ടു പോയത് ആരാണ്? അവസാനം വന്ന് നീങ്ങ ഒരു ലഗേജ് ഉണ്ട്. പ്രിൻസ് ഇതേ വഴി തെറ്റിന്ന് തോന്നണേ. വഴി തെറ്റിയെന്നല്ല, നീ പറയുമ്പോ വഴി പിഴച്ചു. അതൊക്കെ ഞാൻ തരാത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെ പോണേ. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് ഇവിടെ കളിത്തോക്കല്ല ഇത്. കാണണ പവറ്. മാലേ ഒറ്റ നനങ്ങി പോവരുത്. കൊന്നു കാറ്റ് കളയും ഞാൻ. മാത്തത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. എന്റെ വൈഫിനെ കണ്ടാ പറയും ഇവിടെ ബോധം കെട്ടിയെടുക്കാന്ന്. മരിക്കാൻ നേരത്ത് കാണണല്ലേ പന്നി. ആള് മാറിപ്പോയി. എന്റെ പൈസ പറ്റിട്ട് വളരെ അയ്യോ. ഇന്നിവിടെ ഞാൻ കൊല്ലും. പരശുരാമനെ കോളേജായിട്ട്
ആ